ഹായ് ഗൈസ്, നമുക്കൊരു യാത്ര പോയാലോ? ഇന്ന് പെങ്ങളെ വീടിൻ്റെ വാർപ്പാട്ടോ. എന്നാൽ പോവല്ലേ? മക്കൾ രണ്ടാളും വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്. ഇനി ഓളും കൂടി കയറി നമുക്ക് പോവാം. ഇനി ഒരാളും കൂടി വഴിമന്ന് കയറാനുണ്ട്. അനിയൻ്റെ ഓളും മോനും. മോള് സ്കൂളിൽ പോയത് കൊണ്ട് മോള് വന്നില്ല. അങ്ങനെ ഹൈവേയിൽ കയറി. മഴയൊന്നും തീരെയല്ല, നല്ല വെയിലുള്ള കാലാവസ്ഥ, വണ്ടികളും കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടുകഥകളൊക്കെ പറഞ്ഞ് പോവാട്ടോ. മക്കൾ നല്ല കളിയാണ് പുറകുന്നത്. ഒരു മൂന്നാളും കൂടി കൂടുമ്പോൾ നല്ല കോമഡി പറഞ്ഞ് കളിച്ച് ചിരിച്ച് പോലെ ആസ്വദിക്കുകയാണ്. അങ്ങനെ താമരശ്ശേരി ചുങ്കത്തെത്തി. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം. തച്ചമ്പോയിലേക്ക് നേരെ പോവാതെ ലെഫ്റ്റ് പോയി ഷോർട്ടായാൽ നമുക്ക് ചോയ്മഠത്തിൽ വേഗം എത്താൻ പറ്റും. ഓളെ വീടിൻ്റെ അടുത്തെത്താനായി ഏകദേശം. ഇത് അവിടുത്തെ മുസ്ലിം പള്ളിയാണ്. മദ്രസ സ്കൂളെല്ലാം ഓളെ തൊട്ടതിരാണ്. അങ്ങനെ ചോയ്മട അങ്ങാടിയിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഓരോ വീട്ടിലേക്ക്. ഇത് ഓളെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വീടാട്ടോ. ഇവിടെ നിന്ന് തിരിഞ്ഞു പോയാലോ ഓളെ വീടിൻ്റെ അടുത്തെത്തും. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം അവിടെ വാർപ്പ് നടക്കുകയാണല്ലോ. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഓളെ ഒരു വീടിൻ്റെ വാർപ്പ് എന്ന് പറയുന്നത്. അവൾക്കൊരു വീടെന്നുള്ള എല്ലാവരും സ്വപ്നമായിരുന്നു. അങ്ങനെ ഓളെ വീടിൻ്റെ മുമ്പിലെത്തി. അവിടെ പണിക്കാരൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഞങ്ങളെന്താക്കി, വണ്ടി കുറച്ചുകൂടി മുമ്പോട്ട് കൊണ്ടുപോയി വെച്ചാൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളീൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ നടന്നു പോരാനുള്ള പരിപാടിയാണ്. റോഡുമേൽ വെക്കാൻ പറ്റില്ല, കാരണം സ്കൂളും മദ്രസും പള്ളിയും എല്ലാം അടുത്തടുത്തായതുകൊണ്ട് എപ്പോഴും വണ്ടി വരും. പോളും മോനുമാണ് പോകുന്നത്. ചെറിയോനെ എടുത്ത് പിടിച്ചുകൊണ്ട് നടത്താൻ ഞങ്ങൾ സമ്മതിച്ചില്ല, കാരണം അവന് പല കുസൃതിയും കാണിക്കും. വാർപ്പ് തകൃതിയായി നടക്കുന്നുണ്ട്. പണിക്കാരൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കുന്നുണ്ട്. ചിലർ ചിരിക്കുന്നൊക്കെയുണ്ട്. ഞാൻ കോൺക്രീറ്റൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. ഞാൻ വീട്ടിലേക്ക് കയറിയില്ല. അവളാ ചെറിയ വീട് കണ്ടില്ല, എത്രയും നാളെ താമസിച്ച അവിടെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുഴ കാണാൻ ഇറങ്ങി. അവളെ തൊട്ട് അതിൽ തന്നെ വീടിൻ്റെ ലെഫ്റ്റ് ഭാഗം പുഴയാണ്. ആ പറമ്പിൻ്റെ തൊട്ട് അതിരെന്ന് തന്നെ പറയാം, കാരണം അവളെ അതിരും പുഴയും സെയിമാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കണ്ടു നിന്ന് എന്താ പറയുക, പണിക്കാരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് സമയം പോക്കി. ഓരോ റെസ്റ്റ് എടുക്കും, ഞങ്ങൾ വർത്തമാനം പറയും. അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ടോ. നല്ല വെയിലുള്ള കാലാവസ്ഥയാണ്, മഴ തീരെ ഇല്ല. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പണിക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞാനിടയ്ക്ക് വാർപ്പ് ഒന്ന് കാണാൻ വേണ്ടി വീടിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി നോക്കി, എന്താ സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഏതായാലും വാർപ്പ് തീരാനായിരുന്നു. പിന്നെ പരുക്കനോട് കിട്ടി കഴിഞ്ഞാൽ പരിപാടി കഴിയും. ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എൻ്റെ പെങ്ങൾക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അത് സാധിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇനി ഒരുപാട് പണികൾ ബാക്കിയുണ്ട്, ശരിയാണ്. ഇനി ഭക്ഷണം കൂടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശുഭം.